അതെ മെമ്പറെ, ഞങ്ങൾ വലിയൊരു കുഴിയിൽ വീണിരിക്കുക. ടെൻഡർ എടുത്ത കോൺട്രാക്ടർ പകുതി ചല്ലിക്ക് റോഡ് പണി എടുത്താൽ ഇനിയും കുഴി ഉണ്ടാവും, പലരും വീഴും. മെമ്പറെ, ആ കുഴിയിൽ വീണ ആരും അല്ല പറഞ്ഞത്. എന്റെ ഒരു ജോലി സംബന്ധമായിട്ട് എന്റെ മന്മയായിട്ടൊന്ന് പറ. അതെ, യവൻ ഒരു ഹൈസ്കൂൾ മാഷാണല്ലോ. മാഷാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ യവന്റെ ക്ലാസ്സിൽ കുട്ടികളുടെ എണ്ണക്കുറവ്. നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളിൽ ചോർന്നൊലിക്കാത്ത വല്ല ക്ലാസ് റൂമുണ്ടോ? ടൈൽസ് പതിച്ചൊരു ബാത്റൂം ഉണ്ടോ? പിന്നെ എങ്ങനെ കുട്ടികളെ കിട്ടും? അതെ, മെമ്പറുടെ സ്വാധീനം വെച്ചിട്ട് യവന് എങ്ങനെയെങ്കിലും 2 കുട്ടികളെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിപ്പോ ഞാൻ വിചാരിച്ചാൽ നടക്കും. പിന്നെ 8ാം ക്ലാസ്സിലേക്കാണ് 2 കുട്ടികളെ വേണ്ടത്. അത് വെറുതെ വേണ്ട, അവർക്ക് വേണ്ട ബുക്ക്, പുസ്തകം, യൂണിഫോം, സ്ലേറ്റ്, പെൻസിൽ എല്ലാം വാങ്ങിച്ചു കൊടുക്കും. 8ാം ക്ലാസ്സിലേക്ക് സ്ലൈറ്റ് വേണ്ട, ആവശ്യമുള്ളത് എന്താന്ന് വെച്ചാൽ കൊടുക്കാന്നേ. അതെ കൊടുക്കും. നമ്മുടെ അറിവിൽ ഇപ്പൊ അങ്ങനൊരു അതാ ഞാൻ പറഞ്ഞു വരുന്നത്. മെമ്പറുടെ ഈ വാർഡിൽ പുതിയൊരു താമസക്കാരൻ വന്നിട്ടുണ്ട്, സത്യശീലൻ. അവിടെ ഒരു 7 ഉണ്ട്. 7 കുട്ടികളുണ്ട്? ഓ, 7 കുട്ടികളല്ല, അവിടെ 7 നെട്ടിലേക്ക് പോകാനായിട്ടൊരു ചെക്കനുണ്ട് അവിടെ. സത്യശീലൻ. മെമ്പർ അറിയോ? പിന്നെ അവന് വീട് തന്നെ റെഡിയാക്കി കൊടുത്തു. നേരത്തെ ഞാൻ പറഞ്ഞ പിന്നെ തട്ടില്ല ചെയ്യുക. പിന്നെ കുറച്ച് സാമ്പത്തികം വേണ്ടി വരും. സത്യശീലന്റെ മോൻ സ്കൂളിൽ പോണേന് മെമ്പറിന് എന്തിനാ സാമ്പത്തികം? എനിക്കല്ലടോ, നാട്ടിൽ മുഴുവൻ കടം പെരുകിയിട്ട് അയാൾ ഇങ്ങോട്ട് താമസം മാറ്റിയത്. എന്തായാലും കൊടുത്ത അയാൾ വീഴും. ഇനിയിപ്പോ സാമ്പത്തികം കൊടുക്കാന്ന് പറഞ്ഞിട്ടും വഴങ്ങിയില്ലെങ്കിൽ ഒരു 6 ദിവസം വന്നിരുന്നിട്ട് അങ്ങ് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പോയാ? അതെ, 6th വർക്കിംഗ് ഡേയ്സിലാണ് ഡിഒ തലയെണ്ണാൻ വരുന്നതേ. അതുവരെ നമുക്കൊന്ന് പിടിച്ചു വെക്കണം. ഈ 6 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞു, അതായത് ഈ സ്കൂൾ തുറന്ന് 6 പ്രവൃത്തി ദിവസം, 6ാമത്തെ പ്രവൃത്തി ദിവസമാണ് ഈ കുട്ടികളുടെ തലയെണ്ണം വരുന്നത്. അപ്പൊ അവര് വന്ന് ചെക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. ഞങ്ങൾ തന്നെ പോകാറില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ ശരിയാക്കാം. ഞാൻ പറഞ്ഞല്ലോ സാമ്പത്തികം 2000 3000 രൂപയെങ്കിലും വേണം. 2000 പോരെ? 2000 തന്നാ മതി. ജോലി വല്ല സ്ഥലം മാറ്റം കിട്ടിയിട്ട് വല്ല അട്ടപ്പാടിയിലേക്കോ തിരുവനന്തപുരത്തേക്കൊക്കെ മാറേണ്ടി വരും. അയ്യോ, അത് പറയല്ലേ. അപ്പൊ കാശ് ഇതിലും കൂടുതൽ ചെലവാകും. കാര്യങ്ങൾ പെട്ടെന്ന് റെഡിയാക്കണം. അത് ഞാൻ ശരിയാക്കാം. സത്യശീലനെ കാണുന്നു, കൊടുക്കുന്നു, കാര്യം റെഡിയാക്കുന്നു. ധൈര്യമായിട്ട് വിട്ടോ. സത്യശീലൻ അതാരാത്? ഇത് ഇംഗ്ലീഷാണ്, അത് വേണ്ട. പുതിയ ഇത് വേണ്ട. ഇതെന്തിനാ ഈ നീളത്തിലുള്ള പുസ്തകം? അത് ചിത്രം വരയ്ക്കണ പുസ്തകം. ചിത്രം വരയ്ക്കുക എന്തിന്? ചിത്രം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ വല്ല വേസ്റ്റ് പേപ്പറിന്റെ ഒക്കെ പുറത്താ ചിത്രം വരയ്ക്കുക, അല്ലാണ്ട് പുസ്തകത്തിലെ ചിത്രം വരയ്ക്കുക. അയ്യോ, അത് സ്കൂളിലെ ഒരു പീരീഡാ പഠിക്കേണ്ടത്. പഠിക്കാൻ ചിത്രം വരച്ച് പഠിക്കണ്ട, അതന്നെ നിങ്ങൾ ചുമ്മാ വഴക്കുണ്ടാക്കുന്നത്. അതൊക്കെ പൊതിഞ്ഞു വെച്ചേ. പൊതി തന്നെയല്ലേ പൊതിയ. ഇതിൽ ഒന്നിൽ പോലെ സ്കൂളിന്റെ പേര് എഴുതിയിട്ടില്ല. ഏത് സ്കൂളിന്റെ പേരാ എഴുതണമെന്ന് ഞാൻ ആലോചിക്കട്ടെ, ആലോചിച്ചിട്ട് എഴുതും. അതാ ഏതോ ഒരു സാധനം വരുന്നുണ്ട്, ഈ സാധനം എടുത്തിട്ട് പോ. നമസ്കാരം. നമസ്കാരമുണ്ട്. സത്യശീലനല്ലേ? അതെ, എന്നെ എങ്ങനെ മനസ്സിലായി? മുമ്പ് കണ്ടിട്ടുണ്ടോ? ഈ വാർഡിൽ പുതിയതായി വന്ന് താമസിക്കുന്നവർ എന്നെ വന്ന് കണ്ടില്ലെങ്കിലും ഞാൻ അവരെ ചെന്ന് കാണും. ഞാൻ ഈ വാർഡിലെ മെമ്പറാണ്, സുഗതൻ. സുഗതൻ മെമ്പറാണ്. എന്നാ ഇങ്ങോട്ട് ഇരിക്കേ. അയ്യോ, എനിക്ക് ഇരിക്കാനും നിൽക്കാനും പറ്റില്ല. അയ്യോ, എന്ത് പറ്റി? എന്നാ കടക്ക്, കട്ടിലെടുക്കാം. മണ്ടോ, സുഗത മെമ്പർക്ക് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, നീ ആ കട്ടിലൊന്ന് പിടിക്കേ. തമാശക്കാരൻ. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്ന. എന്താണ്? നിങ്ങളുടെ മോനെ നമ്മുടെ വാർഡിലെ സർക്കാർ വിദ്യാലയത്തിൽ വേണം ചേർക്കാൻ. അപ്പൊ എന്താ മെമ്പറുടെ സ്കൂളാണ്? ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ വിദ്യാലയത്തിന്റെ എല്ലാ കമ്മിറ്റിയിലും ഞാൻ സ്ഥിരം മെമ്പറാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം കഴിഞ്ഞ് ഞങ്ങൾ ക്ഷീണിച്ചു വരുമ്പോ നമ്മുടെ ആ വിദ്യാലയത്തിന്റെ മുന്നിലെ തെങ്ങിൽ നിന്നും കരിക്ക് വെട്ടിക്കുടിച്ചാണ് ഞങ്ങൾ ക്ഷീണം മാറ്റാറുള്ളത്. എന്റെ വാർഡ് തുടങ്ങുന്നത് തന്നെ ആ വിദ്യാലയത്തിന്റെ അവിടെ നിന്നാണ്. അത് മാത്രമല്ല, നല്ല വിദ്യാഭ്യാസം, നല്ല അച്ചടക്കം, നല്ല അധ്യാപകര്, നല്ല ഉച്ചക്കഞ്ഞി, മുട്ട, വെള്ളം ചേർക്കാത്ത പാല് പോരെ? മതി മതി. അല്ല, ഇത്രയൊക്കെ നല്ല സ്കൂളാണെങ്കിലേ കുട്ടികൾ അവിടേക്ക് ഓടി വരേണ്ടതല്ലേ? നിങ്ങൾ എന്തിനാ കുട്ടികളെ പഠിക്കാൻ നടക്കണത്? പിന്നെ അതായത് ഒരു വിദ്യാലയത്തിന്റെ അഭിവൃദ്ധി, നമ്മുടെ നാടിന്റെ വികസനം, പിന്നെ അതിലെല്ലാം ഉപരി ഒരു അധ്യാപകന്റെ ജോലി. അധ്യാപകന്റെ ജോലിയോ? അതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഈ സൈക്കിൾ അങ്ങോട്ട് എടുത്തോ. എനിക്ക് ആക്രി കച്ചവടമല്ല പണി, അത് ആൾക്കാർ അസൂയോട് പറയാണ്. അയ്യോ, ഞാൻ വിൽക്കാൻ വന്നതല്ല. കാണാൻ ഭംഗിയില്ലെങ്കിൽ ചവിട്ടാൻ നല്ല സുഖ. നിങ്ങളുടെ മകൻ ഈ സൈക്കിളിൽ വേണം ഇനി നമ്മുടെ സർക്കാർ വിദ്യാലയത്തിൽ വന്ന് പഠിക്കാൻ. പിന്നെ ഈ സൈക്കിൾ ഞാൻ തന്നാണെന്ന് എല്ലാവരോടും പറയണം. ഈ സൈക്കിൾ മമ്പൂർ തന്നതെന്ന് ഞാൻ പറയണം. അപ്പൊ ശരി, നിങ്ങൾ മകന് സൈക്കിൾ കൊടുത്തു, അവന്റെ അച്ഛനല്ലേ ഞാന്, എനിക്കെന്താ തരുന്നത്? നാളെ കാണേണ്ടവരല്ലേ അല്ലേ? ഞാൻ മെമ്പർ ആവണ്ടേ? അതാ പറയുന്നത്. ശരി ശരി ശരി, ആയിക്കോട്ടെ. കിട്ടിയത് ലാഭം, നോക്കിക്കൊടുത്താ വിറ്റ് കള്ളുടിക്കലും ചെയ്യാം. ഇത് മോന് കിട്ടിയതാ, നല്ല മ്യൂസിക് കണ്ട.
അതേ പഴയ സൈക്കിളാണ്. പിന്നെന്തിനാ ഇത്? തൂക്കിക്കൊടുത്ത ഒരു കുപ്പി അരി കിട്ടില്ലടി കുടുംബത്തിലേക്ക്.